യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വചനം. സ്നാപകന്റെ ദൗത്യം. യോഹന്നാൻ 3:22 മുതൽ 26 വരെ. ഇതിനുശേഷം യേശുവും ശിഷ്യന്മാരും യൂദയ ദേശത്തേക്ക് പോയി. അവിടെ അവൻ അവരോടൊത്ത് താമസിച്ച് സ്നാനം നൽകി. സാലിമിനടുത്തുള്ള ഏനോനിൽ വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ അവിടെ യോഹന്നാനും സ്നാനം നൽകിയിരുന്നു. ആളുകൾ അവന്റെ അടുത്തു വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നു. യോഹന്നാൻ ഇനിയും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ല. അവന്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെ പറ്റി തർക്കമുണ്ടായി. അവർ യോഹന്നാനെ സമീപിച്ചു പറഞ്ഞു, ഗുരു, ജോർദാന്റെ അക്കരെ നിന്നോട് കൂടിയുണ്ടായിരുന്നവൻ നീ ആരെ പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു. എല്ലാവരും അവന്റെ അടുത്തേക്ക് പോവുകയാണ്. ഇവിടെ യോഹന്നാൻ സ്നാനം നൽകുന്നു. യേശു സ്നാനം നൽകി തുടങ്ങിയതിന് ശേഷം സ്നാനം നൽകുന്നു. അപ്പോ എന്താണ് അങ്ങനെ ഒരു കാര്യം? യേശു സ്നാനം തുടങ്ങി കഴിഞ്ഞാൽ യോഹന്നാൻ സ്നാനം തുടരണമോ? എന്തുകൊണ്ട് യോഹന്നാൻ സ്നാനം നിർത്തുന്നില്ല? അതിനൊരു 2 കാരണങ്ങളുണ്ട്. ഉടനെ ഒരു കാര്യം നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാല്, ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ യേശുവിനോടുള്ള അസൂയ കൊണ്ടോ അല്ലെങ്കിൽ യേശുവിനോടുള്ള ദേഷ്യം കൊണ്ടോ എന്നാണ് ഒരു സാധാരണക്കാർക്ക് മനസ്സിലാവുക. അതുപോലെ വരുന്ന ആൾക്കാർക്ക് അങ്ങനെ മനസ്സിലാവുന്നുണ്ട്, ആത്മീയമായിട്ട് മനസ്സിലാവുക. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രേഷ്ഠത ഉണ്ടാവണം. നമ്മുടെ ഉള്ളിൽ മാത്രമല്ല, പുറമെ കാണുന്നവർക്കും കാണിക്കാൻ വേണ്ടിയല്ല, ആ ശ്രേഷ്ഠമായിരിക്കുന്നതാണ് റോമ 12:17 നമ്മൾ വായിക്കും. റോമ 12:17. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുകയും. അതുകൊണ്ട് യോഹന്നാൻ അവരെ പ്രതി ആ സ്നാനം കുറച്ചും കൂടിയും തൊട്ടാണ്. യോഹന്നാന് വേണ്ടിയല്ല. യോഹന്നാന്റെ ഒരു ആത്മീയ സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഹന്നാൻ 3:30 ഞാൻ കുറയുകയും അവൻ വളരുകയും എന്ന്. ഈ ആത്മീയതയുള്ള ആള് ഒരു പതുക്കെയാണ് ആള് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങള് വൈൻഡപ്പ് ചെയ്യുന്നത്. വേറൊരു കാരണം കൂടി പറയുന്നത്, ആൾക്ക് കുറെ ശിഷ്യന്മാരുണ്ട്. അവര് ആത്മീയമായിട്ടൊന്നും വളർന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വേറെ ആള് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിൽ ഒരു തരം വിപ്ലവത്തിന്റെ ഒരു അരൂപിയാണ് കയറി വരിക, തർക്കത്തിന്റെ. അത് അവരിലുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കാൻ കൂടിയാണ് യോഹന്നാൻ കുറച്ചും കൂടിയും സമയം തുടരുന്നത്. അതിനെ കുറിച്ചൊരു ധ്യാനിക്കേണ്ട ഒരു വചനം 1 കൊരിന്തോസ് 8:9. 1 കൊരിന്തോസ് 8:9. നിങ്ങളുടെ സ്വാതന്ത്ര്യം ബലഹീനർക്ക് ഏതെങ്കിലും വിധത്തിൽ ഇടർച്ചയ്ക്ക് കാരണമാകാതിരിക്കാൻ സൂക്ഷിക്കണം. നമ്മൾ വചനത്തിലെല്ലാം കടന്നു വരുമ്പോ നമ്മൾ ആയിരിക്കുന്ന സംവിധാനത്തിലെ ചില ആത്മീയ ആചാരങ്ങൾ നമുക്കറിയാം, തീർത്തും വചനാധിഷ്ഠിതവുമല്ല, സഭ പഠിപ്പിക്കുന്നതല്ല, എങ്ങനെയോ കയറി കൂടിയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഭിന്നമായ അഭിപ്രായം ഉണ്ടാകും. അപ്പൊ അത് കയറി നമ്മൾ എല്ലായിടത്തും എല്ലാവരോടും പറയേണ്ട കാര്യമൊന്നുമില്ല. അത് ആവശ്യമില്ലാത്ത തർക്കങ്ങൾക്ക് കാരണമാകുള്ളൂ, ആത്മീയ ഉന്നമനത്തിന് കാരണമാകില്ല. നമ്മൾ അത് ബോധ്യമായി അതിനെ കുറിച്ച് മൗനം അവലംബിക്കുകയും അതിന്റെ പോരായ്മകളെ കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ട് ഉപകാരമില്ല. അത് മത്തായി 7:6 അല്ലാതെ വേറെ ഒന്നും സംഭവിക്കില്ല. ഇനി നമ്മൾ കൃത്യമായിട്ട് കുറച്ച് ആഴമായിട്ട് ധ്യാനിക്കുന്നത് വചനം 25 ശിഷ്യന്മാരുടെ ഇടയ്ക്ക് തർക്കമുണ്ടായി. ശിഷ്യര്, ആത്മീയ ശുശ്രൂഷകരുടെ ഇടയ്ക്ക് എന്താണ് ഇങ്ങനെ തർക്കം ഉണ്ടാകുന്നത്? ഇത് ഭൗതിക കാര്യമല്ല,
യേശുവിന്റെ ശിഷ്യന്മാര്, യോഹന്നാന്റെ ശിഷ്യന്മാര് എന്ന് പറഞ്ഞ അവര് ആത്മീയ കാര്യങ്ങളെ കുറിച്ച് തർക്കിക്കുന്നത്. വാസ്തവത്തിൽ ഇവര് ആത്മീയരാണോ? അല്ല. 1 കൊരിന്തോസ് 3:3. 1 കൊരിന്തോസ് 3:3. എന്തെന്നാൽ നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യർ തന്നെ. നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡികരും സാധാരണക്കാരുമല്ലേ? ഏത് തർക്കവും, അതാണ് അതിനകത്ത് ഈ തർക്കം ആ തർക്കം എന്നാൽ ഏത് തർക്കത്തിലും ആത്മീയതയില്ല. ഇനി ആത്മീയ ബോധ്യങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ചില രീതികളുണ്ട്. പൗലോസ്ലീഹ അത് ചെയ്തിട്ടുണ്ട്. അത് ആത്മാവിന്റെ തലത്ത് നിന്നിട്ടുള്ളതാണ്. ഇത് വാസനകൾക്ക് അനുസരിച്ചുള്ളതാണ് ഈ തർക്കങ്ങളെല്ലാം. അത് വിശ്വസ്ത ഭൃത്യർക്ക് അനുവദിച്ചിട്ടില്ല എന്ന് 2 തിമോത്തി 2:14 അതിന്റെ തലക്കെട്ട് അത് തന്നെയാണ്. ഇത് അവരെ അനുസ്മരിപ്പിക്കുക. വാക്കുകളെ ചൊല്ലി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ അവരെ ദൈവസന്നിധിയിൽ ഉപദേശിക്കുക. ഇത്തരം തർക്കങ്ങൾ യാതൊരു ഗുണവും ചെയ്യുകയില്ല, ശ്രോതാക്കളെ നശിപ്പിക്കുകയേ ഉള്ളൂ. 1 തിമോത്തി 6:4. 1 തിമോത്തി 6:4. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥ വചനങ്ങളോടും ദൈവഭക്തിക്ക് ചേർന്ന പ്രബോധനങ്ങളോടും യോജിക്കാതിരിക്കുകയോ ചെയ്താൽ അവൻ അഹങ്കാരിയും അജ്ഞനുമാണ്. എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി തർക്കിക്കാനുമുള്ള ദുർവാസനയ്ക്ക് വിധേയനാണവൻ. ഇതിൽ നിന്ന് അസൂയയും വഴക്കും അപവാദവും ദുസ്സംശയങ്ങളും ഉണ്ടാകുന്നു. തീത്തോസ് 3:9. തീത്തോസ് 3:9. അതുപോലെ അർത്ഥശൂന്യമായ വാഗ്വാദങ്ങളിലും വംശാവലികളെ കുറിച്ചുള്ള ചർച്ചകളിലും കലഹങ്ങളിലും നിയമത്തെക്കുറിച്ചുള്ള തർക്കങ്ങളിലും നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. അവ പ്രയോജനരഹിതവും നിഷ്ഫലവുമാണ്. 1 തിമോത്തി 1:6. 1 തിമോത്തി 1:6. ചില ആളുകൾ ഇവയിൽ നിന്ന് വ്യതിചലിച്ച് അർത്ഥശൂന്യമായ ചർച്ചകളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ആത്മീയ കൃപയിൽ വളരുന്നുണ്ടെങ്കിൽ ഇത് അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സന്ധ്യ തോറുമുള്ള ടിവിയിലെ ചർച്ചകൾക്ക് കാതുപോലും കൊടുക്കരുത്. അതുകൊണ്ട് ആത്മീയ വളർച്ച ഉണ്ടാവില്ല. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് വചനങ്ങളിൽ നമുക്ക് ബോധ്യം നൽകുന്നത് സങ്കീർത്തനം 1:1. സങ്കീർത്തനം 1:1. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. ഇതല്ലേ പരിഹാസകരുടെ പീഠമല്ലേ ഈ വൈകുന്നേരമുള്ള ഈ ചർച്ചകളുണ്ടല്ലോ, അത് പരിഹാസകരുടെ പാദപീഠമാണ്. അതിനെക്കുറിച്ച് സങ്കീർത്തകൻ 59:6 59:14 നമുക്ക് വായിക്കാം. സങ്കീർത്തനം 59:6. സന്ധ്യ തോറും അവർ മടങ്ങി വരുന്നു, നായ്ക്കളെ പോലെ ഓലിയിട്ടുകൊണ്ട് നഗരത്തിലെങ്ങും ഇര തേടി നടക്കുന്നു. 14. സന്ധ്യ തോറും അവർ മടങ്ങി വരുന്നു, നായ്ക്കളെ പോലെ ഓലിയിട്ടുകൊണ്ട് അവർ നഗരത്തിലെങ്ങും ഇര തേടി നടക്കുന്നു. ഈ ശ്രവണം ഇവിടെ നമ്മൾ സംഭാഷിക്കുന്നില്ല, ശ്രവണമാണ്, തർക്ക ശ്രവണമാണ്. ചിലര് സംഭാഷിക്കില്ല, എല്ലായിടത്തും പോയി ചെവി കൊടുക്കും. എന്താണോ ഈ വിഷയത്തെ കുറിച്ച് ഇന്ന ആൾക്ക് പറയാനുള്ളൂ, ആൾക്ക് എന്തെങ്കിലും ഉണ്ടാവാൻ പറയാൻ, അത് നമ്മൾ അറിഞ്ഞിട്ട് എന്താ കാര്യം? ആത്മീയ കാര്യങ്ങളുണ്ടോ, അതിന് ചെവി കൊടുത്തിട്ട് ഒരു കാര്യം. 1 തിമോത്തി 4:7 വായിക്കണം. 1 തിമോത്തി 4:7. ലൗകികവും അർത്ഥശൂന്യവുമായ കെട്ടുകഥകൾ നീ തീർത്തും അവഗണിക്കുക, ദൈവഭക്തിയിൽ പരിശീലനം നേടുക. ഇതാണ് യഥാർത്ഥ ശുശ്രൂഷകനാകാനുള്ള ഗുണം. പിന്നെ ഇത്തരം ആൾക്കാര് വന്ന് സമയം കളയാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും. അതിനെ കുറിച്ചും ജാഗ്രത ഉണ്ടാവണം. അതിനെ കുറിച്ച് വചനം പറയുന്നു. യോഹന്നാൻ 2:8-11. 2 യോഹന്നാൻ 8-11 വരെ. ഞങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾ നഷ്ടമാക്കാതെ അത് പൂർണ്ണമായി നേടാൻ ശ്രദ്ധിക്കുവിൻ.
ക്രിസ്തുവിന്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുമ്പോട്ട് പോകുന്ന ഒരുവന് ദൈവമില്ല. അവന്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനുമുണ്ട്. പ്രസ്തുത പ്രബോധനവുമായിട്ടല്ലാതെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവനെ നിങ്ങൾ വീട്ടിൽ സ്വീകരിക്കുകയോ അഭിവാദനം ചെയ്യുകയോ അരുത്. എന്തെന്നാൽ അവനെ അഭിവാദനം ചെയ്യുന്നവൻ അവന്റെ ദുഷ്പ്രവർത്തികളിൽ പങ്കുചേരുകയാണ്. ഇത് എന്താണ് ഈ പറയുന്ന ആൾക്കാര്? ഇവരിൽ പ്രവർത്തിക്കുന്ന അരൂപി എന്ന് പറയുന്ന എതിർ ക്രിസ്തുവിന്റെ അരൂപിയാണ്. അതുകൊണ്ടാണ് ഇവരെ മാറ്റി നിർത്തണം പറയുന്നത്. പ്രഭാഷകൻ 11:29. പ്രഭാഷകൻ 11:29. എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കരുത്. കൗശലക്കാരന്റെ ഉപായങ്ങൾ നിരവധിയാണ്. ഈ എതിർ ക്രിസ്തുവിൽ പ്രവർത്തിക്കുന്നത് അവരില് ദൈവപുത്രൻ ഇല്ല, ആ ബോധ്യമില്ല. ആ ബോധ്യമില്ലായ്മയാണ് അവര് കുത്തിവെക്കാൻ കയറി വരുന്നത്. എതിർ ക്രിസ്തുവിന്റെ അരൂപി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ഈ വചനം എല്ലാം എഴുതിയെടുക്കാം, പിന്നെ വായിക്കാം. 1 യോഹന്നാൻ 2:18, 1 യോഹന്നാൻ 2:22, 1 യോഹന്നാൻ 4:3, ഹെബ്രായ 6:6, 2 യോഹന്നാൻ 7. ഇനി നമ്മളിൽ നിന്ന് ആത്മീയ സത്യം, ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പങ്കുവെക്കണം. നേരത്തെ പൗലോസ്ലീഹായുടെ കാര്യം പറഞ്ഞതുപോലെ നമ്മൾക്കും അത്തരം ഉത്തരവാദിത്വമുണ്ട്. അതൊരു കലഹത്തിൽ നിന്നല്ല, അത് കലഹ രീതിയിൽ നിന്നല്ല. അതിനെക്കുറിച്ച് 2 തിമോത്തി 2:24-25 പറയുന്നുണ്ട്. 2 തിമോത്തി 2:24-25. ഇത് അവരെ അനുസ്മരിപ്പിക്കുക. കർത്താവിന്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത്. എല്ലാവരോടും സൗമ്യതയുള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനും ആയിരിക്കണം. 1 പത്രോസ് 3:15-16. 1 പത്രോസ് 3:15-16. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. നിങ്ങൾക്കുള്ള പ്രത്യാശയെ പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കുവിൻ. എന്നാൽ അത് ശാന്തതയോടും ബഹുമാനത്തോടും കൂടെ ആയിരിക്കട്ടെ. നിങ്ങളുടെ മനസാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കുവിൻ. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ നല്ല പെരുമാറ്റത്തെ ദുഷിച്ചു പറയുന്നവർ അങ്ങനെ ലജ്ജിതരായി തീരും. ഇങ്ങനെ പറയുമ്പോൾ ആരെ കുറിച്ചും തിന്മ പറയരുത്. അത് അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ ആത്മീയ അച്ചടക്കം പാലിക്കണം. തീത്തോസ് 3:2. തീത്തോസ് 3:2. ആരെയും പറ്റി തിന്മ പറയാതിരിക്കാനും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സൗമ്യരായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കാനും നീ അവരെ ഉദ്ബോധിപ്പിക്കുക. ഇതെല്ലാം നമ്മൾ ചെയ്താൽ തന്നെയാണ് നമ്മളുടെ കരങ്ങൾ ഉയരുള്ളൂ ആത്മാർത്ഥമായിട്ടുള്ള ദൈവ ഐക്യത്തിന് വേണ്ടിയിട്ട്. അതിനെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന വചനം 1 തിമോത്തി 2:8. 1 തിമോത്തി 2:8. അതിനാൽ കോപമോ കലഹമോ കൂടാതെ പുരുഷന്മാർ എല്ലായിടത്തും തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.